സാർ. കൃഷ്ണകുമാരെവിടാ? ഞാൻ റെഡിലുണ്ട്. ആളെത്തിയോ? എത്തിയിട്ടില്ല. മറ്റവനോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. വിളിക്ക്. ശരി സാർ, കഴിഞ്ഞിട്ട് വിളിക്കാം. സാറേ കുറേ നേരമായില്ല ഈ ഇരിപ്പിങ്ങനെ തുടങ്ങിയിട്ട്. അയാൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് അവന് വേണ്ടി ഇത്രയും കാക്കാൻ പറ്റില്ല സാറേ. ഒന്ന് ക്ഷമിക്കാറണ, ഇതൊരു കോംപ്രമൈസ് മീറ്റ് അല്ലേ. എനിക്കിത്ര ക്ഷമയുള്ളൊന്നും വച്ചോ സാറേ. കോംപ്രമൈസ് എനിക്ക് ആയത്തൊന്നും പഴിച്ചുപോയി, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒന്നും ഇരിക്കണ്ടായിരുന്നു. ക്ഷമ. ഡോണ്ട് സേ ദാറ്റ്. ഉന്നം പഴിച്ചു, റൈറ്റ്. കൊണ്ടത് അവൻ്റെ അനിയനാണ്. അവൻ്റെ അനിയനെയാണ് അവന് നഷ്ടപ്പെട്ടത്. എന്നിട്ടും അവൻ കാണിക്കുന്നില്ല ക്ഷമ. ശോഭൻ സാറും സഹോദരൻ സാറും തെറ്റിയെങ്കിലും അവർക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ വഴക്കിനോട് ഇപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ടാണ് കോംപ്രമൈസ് എന്നും പറഞ്ഞ് എന്നെ ഇവിടേക്ക് അയച്ചേക്കുന്നത്. സിസ്റ്റം വഴിയാണ് ഞാൻ നീങ്ങുന്നതെങ്കിൽ ഈ നേരം നീ എവിടെ ഇരിക്കുന്ന ഞാൻ പറയണ്ടല്ലോ. ലിസൺ, സിസ്റ്റം ഇതല്ലേ. പിന്നെ ഒരാൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും. ശോഭൻ സാറ് പറഞ്ഞു, ഞാൻ വന്നു. സഹോദരൻ്റെ വലുപ്പം എന്നോട് പറയണ്ട. അവൻ ഇന്നലെ വന്നു. പാർട്ടിയിലുണ്ടായിരുന്ന അയ്യപ്പനല്ലേ വെട്ടിക്കൊന്നത്. അയാൾ ഇരിക്കേണ്ട സ്ഥാനത്താണ് ഇന്ന് സഹോദരൻ ഇരിക്കുന്നത്. അവന് വേണ്ടി അയാളെ തീർക്കാൻ ആൾക്കാരെ വിട്ടത് ഞാനാണ്. പക്ഷേ സഹോദരൻ സ്മരണയുള്ളവനാ. എല്ലാ വർഷവും അയ്യപ്പൻ്റെ ഓർമ്മ ദിവസം പൂക്കളർപ്പിക്കും. ഇതൊന്നും അറിയാതെ മുദ്രാക്കം വിളിക്കാൻ കുറേ എണ്ണങ്ങൾ. ഞാനൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് എനിക്കിരിക്കാമായിരുന്നു. രാഷ്ട്രീയക്കാരൻ്റെ വേഷമിടാൻ എനിക്ക് തോന്നിയിട്ടില്ല സാറേ. ശോഭൻ സാറിൻ്റെ പേരിൻ്റെ ഒപ്പം പറയാൻ പറ്റിയ പേരല്ല സഹോദരൻ്റെ. അവനേക്കാളും സൂക്ഷിക്കേണ്ടവനാ ഇനി വരുന്നവൻ. അവൻ പാർത്തൻ. പാർത്തൻ, നേരെ കാര്യത്തിലേക്ക് വരാം. ഇലക്ഷനാണ് വരുന്നത്. പാർത്തൻ ഫോക്കസ് ചെയ്യേണ്ടത് അതിലാണ്. ബിക്കോസ് യു ആർ വൺ ഓഫ് ദ കാൻഡിഡേറ്റ്. ഇതിനിടയ്ക്ക് വേറൊരു പ്രശ്നത്തിൽ നിൽക്കണ്ട. ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ്, വി കുഡ് ഷേക്ക് ദ ഹാൻഡ്, വി കുഡ് ലിവ് ഫ്രണ്ട്ലി. പാർത്തനൊന്നും പറഞ്ഞില്ല. വേണ്ട വേണ്ട. കാണിക്കുന്നേ സൈക്കിളിലെ സാർ അവന്റെ മൊത്ത ചിരി. അവൻ ഇതിനാണ് നമ്മളിവിടെ കൊണ്ടുവന്നേ. വാർത്ത ആയിക്കോട്ടെ. ഇനി കോംപ്രമൈസ്.
ആ ഇരിക്കു സാറേ. നീ പേടിക്കണ്ട കാരണ ചാവാനുള്ള വെടി ഞാൻ പൊട്ടിച്ചിട്ടില്ല. എൻ്റെ അനിയനിട്ടൊന്ന് പൊട്ടിച്ചല്ലേ, ഒരെണ്ണെങ്കിലും ഞാൻ തിരിച്ച് തരണ്ടേ. രാജു അതല്ല അവൻ്റെ പേര്. ശരിയാണ്, എൻ്റെ അനിയൻ രാജുവിൻ്റെ പെങ്ങള് ഉണ്ട്. പക്ഷേ ആ വിഷയം നമ്മൾ സംസാരിച്ച് തീർത്താണ്. രാജുവാണ് അത് വീണ്ടും കൊണ്ടുവന്നത്. അവൻ എൻ്റെ അനിയനെ കൊല്ലുമെന്നായപ്പോൾ സംഭവിച്ചു പോയി. അവൻ തീർന്നു. അവൻ തന്നെ കാരണം. പക്ഷെ കർണ, നീ കാര്യം പറഞ്ഞ് പെരുമാറണമായിരുന്നു. രാജു എനിക്ക് അനിയനായിരുന്നടാ. എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവനായിരുന്നു. മുകളിലുള്ളവരുടെ വാക്കും കേട്ട് ഞാൻ അവനെ അടക്കി നിർത്തിയത്. അതാ ഞാൻ ചെയ്ത തെറ്റ്. അത് കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ പേടിപ്പിച്ച് ഉപദ്രവിച്ചും നിന്റെ അനിയൻ കൊണ്ടുപോയിട്ടുണ്ടാ. അതറിഞ്ഞപ്പോഴാ രാജു വീണ്ടും വന്നേ, എന്നോട് പോലും പറയാതെ. ചത്തുപോയ നിന്റെ അനിയൻ ആ നായ. അതിന് നിനക്ക് അത്രയ്ക്ക് അങ്ങ് പൊള്ളോ? കപ്പൂത്ത പക തീർക്കാൻ പിടിച്ച പെങ്കൊച്ചന് എത്ര പ്രായം ഉണ്ടായിരുന്നടാ. ഷേ, നിങ്ങൾ ഈ പെണ്ണ് കേസൊക്കെ വിട്. അതിലും വലിയ വിഷയം ഇവിടെ കിടക്കുമ്പോഴാ. സി, നിങ്ങൾ രണ്ടുപേരും സാറേ, നിങ്ങൾ കൂടി ചേർന്നിട്ടായിരുന്നല്ലേ ഈ പണി. കേട്ടോ, എന്ത് ചെയ്തിട്ടാണെങ്കിലും നിന്നെ അടക്കേർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ ശോഭൻ സാർ. അയാൾക്കറിയാം നീ അടങ്ങിയിരിക്കില്ല എന്ന്. നീ എന്ത് ചെയ്താലും ഇന്നത്തെ കണ്ടീഷനിൽ അത് ബാധിക്കുന്നത് ശോഭൻ സാറിനെ ആയിരിക്കും. അത് അയാൾക്ക് നന്നായിട്ട് അറിയാം. മറ്റെന്തിനേക്കാളും അയാൾക്ക് വലുതാണ് ആളുടെ സ്ഥാനം ഈ ഇലക്ഷൻ. നീ വിശ്വസിക്കില്ല, ഓഫ് കോഴ്സ്. അതാണ് നിന്നെപ്പോലുള്ളവരുടെ വിവരക്കേട്. ഇത് രാഷ്ട്രീയമാണ്. കാരണം കൂട്ടം വേണം, പക്ഷേ അത് വ്യക്തികളിലേക്ക് ചുരുങ്ങും. അവിടെ നിനക്കൊന്നും സ്ഥാനമില്ല. അതുകൊണ്ട് നിന്നെ ഒഴിവാക്കാൻ അയാൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്നത്തെ ശോഭൻ സാറാകാൻ അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാലോ. അയാൾക്ക് ഇതും കഴിയും. നിന്നെ ഇവിടെ ഇട്ട് തീർത്താലും അത് അയാൾക്കൊരു വിഷയമല്ല. സത്യം. പക്ഷെ നിനക്ക് ഞാനൊരു അവസരം തരാം. നിന്നെ ഞാനൊന്നും ചെയ്യില്ല, എല്ലാം ഞാൻ മറക്കാം, എൻ്റെ അനിയനെ അടക്കം. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത ഇലക്ഷനിൽ ശോഭൻ സാറ് മത്സരിക്കും, അയാൾ ജയിക്കും. അയാൾ ജയിച്ചാൽ പിന്നെ അയാളാ മുഖ്യൻ. അതയാൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പക്ഷേ അയാൾക്ക് താഴെ കുറച്ച് ആൾക്കാരുണ്ട്, വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ. അവർക്കത് അത്ര ഇഷ്ടാവില്ല. അവർക്കത് പുറത്ത് പറയാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് സ്വാഭാവിക മരണം പോലെ തോന്നണം ശോഭൻ സാറിന്. ശോഭൻ സാറിൻ്റെ മരണമാണ് വരുന്ന ഇലക്ഷനിൽ ഞങ്ങളുടെ തുറപ്പിച്ചത്. സാറിൻ്റെ പേരിൽ ഒരു അനുശോചന യോഗം നടത്തി വേണം ഈ തവണത്തെ ഇലക്ഷൻ ക്യാമ്പയിൻ ഞങ്ങൾക്ക് ആരംഭിക്കാം. ഞങ്ങളുണ്ടാവും കൂടെ, അതിൻ്റെ ഗുണവും ഉണ്ടാവും. പണമായിട്ടാണെങ്കിൽ അങ്ങനെ. രാഷ്ട്രീയത്തിൽ നിനക്ക് താല്പര്യമില്ലെന്നറിയാം, എങ്കിലും നീ ഒന്ന് മൂളിയാൽ അടുത്ത കോർപ്പറേഷൻ ഇലക്ഷനിൽ പാർട്ടി നിനക്കൊരു സീറ്റ് തരും. പവർ, ഈ നഗരത്തിന് മേൽ പവർ. നിനക്കധികം സമയമില്ല കാരണം ഒരു ഉത്തരം പറയാതെ നിനക്ക് ഇവിടുന്ന് പുറത്തു പോകാനാവില്ല. അതിപ്പോൾ ജീവനോടെയാണെങ്കിലും അല്ലെങ്കിലും. സമ്മതമാണെങ്കിൽ നിന്റെ ശരീരത്തിലെ ബുള്ളറ്റ് എടുക്കുന്നത് ആദ്യം, പിന്നെയല്ല ഞാൻ പറയുന്നത് പോലെ. നീ ചെയ്തു തന്നാൽ മാത്രം മതി. സമ്മതമാണോ? ഇല്ല, തോക്കിൽ ഇനിയും ഉണ്ട്. ഉണ്ടാ. ശോഭൻ സാറ്, നീ ആ ഫോൺ എടുക്കണ്ടടാ. SP സാറിന് നാണക്കേടാ. ഇനി പറ.
സാറിന് തെറ്റുപറ്റി. ശോഭൻ സാർ എന്നെ ചതിക്കില്ല. ഞാനും